പാതിവില തട്ടിപ്പിനിരയായവർ അതിശക്തമായ പ്രക്ഷോഭത്തിലേക്ക്. ഇരുചക്ര വാഹനങ്ങളും മറ്റ് സാധനങ്ങളും നൽകാമെന്ന് പറഞ്ഞ് പാവപ്പെട്ട വനിതകളെ വഞ്ചിച്ചവർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് ഈ മാസം 15 രാവിലെ 10 മണിക്ക് കണ്ണൂർ സീഡ് വുമൺ ഓൺ ഫയർ എന്ന ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിവിധ സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും തട്ടിപ്പിന് ഇരയായവർക്കൊപ്പം പ്രതിഷേധ മാർച്ചിലും ധർണയിലും അണിനിരക്കും. സീഡ് തട്ടിപ്പ് കേസിൽ തങ്ങൾ കൊടുത്ത പരാതിയിൽ കേസെടുക്കാതെ പോലീസ് ഒളിച്ചു കളിക്കുകയാണെന്ന് ഇരകളായവർ ആരോപിച്ചു. സീഡ് ജില്ലാ കോർഡിനേറ്റർ മോഹനനും പ്രൊമോട്ടർമാർക്കെതിരെയും തങ്ങൾ കൊടുത്ത പരാതിയിൽ കേസെടുക്കാതെ മോഹനൻ കൊടുത്ത പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. സീഡ് നടത്തിയ പൊതുപരിപാടിയിൽ പങ്കെടുത്ത അഴീക്കോട് MLA KV സുമേഷും പഞ്ചായത്ത് പ്രസിഡന്റും ഇക്കാര്യത്തിൽ ഇടപെടുന്നില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് ഇരകളെ പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. തങ്ങൾക്ക് നിയമസഹായം നൽകിയത് കോൺഗ്രസ് പാർട്ടി മാത്രമാണ്. തട്ടിപ്പിന് ഇരയായവരിൽ വിവിധ പാർട്ടി വിശ്വാസികളുണ്ട്. പ്രൊമോട്ടറായ രാജാമണി ഇക്കാര്യത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യം തെറ്റാണ്. പ്രൊമോട്ടർമാർക്ക് ഗൂഗിൾ പേ വഴിയാണ് തട്ടിപ്പിന് ഇരയായവരിൽ കൂടുതലും പണം നൽകിയത്. അഴീക്കോട് പ്രൊമോട്ടറിൽ ഒരാളായ സക്കീന ഒരു മെമ്പറുടെ കയ്യിൽ നിന്നും 2000 രൂപ കൈക്കൂലി വാങ്ങിയിട്ടുണ്ട്. പാതി വിലയ്ക്ക് വണ്ടി വാങ്ങി തരുന്നതല്ലേ എന്ന ന്യായമാണ് ഇതിന് ഇവർ പറഞ്ഞത്. തങ്ങളുടെ പരാതികൾ കേൾക്കാൻ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറോ കണ്ണൂർ കലക്ടറോ തയ്യാറാകുന്നില്ല. തട്ടിപ്പുകാരിൽ നിന്ന് പണം തിരിച്ചു നൽകാൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെ സർക്കാർ ഇടപെടണമെന്നും തട്ടിപ്പിന് ഇരയായവർ ആവശ്യപ്പെട്ടു. നമ്മൾ 3 ദിവസമാണ് ഈ കേസിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് വളപട്ടണം സ്റ്റേഷനിൽ 10:30 to 6:45 വരെ അവിടെ ഉണ്ടായിരുന്നു. സ്റ്റിൽ അവർ നമുക്ക് ഒരു മാനസിക പരിഗണന വരെ തന്നിട്ടില്ല. നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ അവർ വില്ലിങ് ആയിരുന്നില്ല. നമ്മൾ ഇത്രയും സ്ത്രീകൾ ഈ പരാതിയായി മുന്നോട്ട് വന്നിട്ടുണ്ട്. അവർ ചോദിക്കുന്നത് നിങ്ങൾ സ്ത്രീകളെ പറ്റിക്കാൻ എളുപ്പമാണ്, നമ്മൾ എങ്ങനെയാണ് പറ്റിക്കപ്പെട്ടതെന്നുള്ള ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. അത് അവർ മറന്നു പോവുകയാണ്. നമ്മൾ പറ്റിക്കപ്പെട്ടതല്ല, നമ്മുടെ പഞ്ചായത്ത് ഗ്രൂപ്പുകളിലാണ് ഈ മെസ്സേജ് വന്നിട്ടുള്ളത്. നമ്മൾ ജനപ്രതിനിധികളായി തിരഞ്ഞെടുത്തവരാണ് ഇതിൻ്റെ ഉദ്ഘാടനവും അല്ലാത്ത കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. അത് കാരണമാണ് നമ്മളിത് വിശ്വസിച്ചിരിക്കുന്നത്. നമ്മളിപ്പം ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങളെങ്ങനെ ഇതിൽ പെട്ടുപോയി, ബുദ്ധിയില്ലേ, വിവരമില്ലേ? ബുദ്ധിയും വിവരവും മാത്രമല്ല, നമ്മൾ വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, നമ്മൾ എലക്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. നമ്മൾ ഒരിക്കലും ആലോചിക്കില്ല. അവർ ഇങ്ങനെ ഒരു കാര്യം, ഇല്ലാത്തൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ എന്താ പറയുക, ക്യാൻവാസ് ചെയ്യും. ഇതൊന്നും നമ്മൾ ആലോചിക്കുന്ന ഒരു കാര്യമല്ല. ഇന്ന് പറ്റിക്കപ്പെട്ടത് 1ഉം 2ഉം സ്ത്രീകളല്ല, കേരളത്തിലുള്ള ഒരുപാട് സ്ത്രീകളാണ് പറ്റിക്കപ്പെട്ടിട്ടുള്ളതെന്നും കൂടെ ഈ ബുദ്ധിയില്ലാന്നും പൊട്ടന്മാരാണെന്നും പറയുന്ന ആൾക്കാർ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. വാർത്താസമ്മേളനത്തിൽ അഴീക്കോട് മണ്ഡലത്തിൽ തട്ടിപ്പിന് ഇരയായ AP നഫീല, E പ്രിസ, അനില തമ്പുരാൻ കണ്ടി, T പ്രേമജ എന്നിവർ പങ്കെടുത്തു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.